ചൈനയുടെ കൈവശം 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട് എന്ന കാര്യം ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. J-35, J-20 എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതുമാണ്. ചൈനയുടെ രണ്ടാമത്തെ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് ആണ് J-35 എന്നത്. ഈ J-35നെ പറ്റി നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചൈനയുടെ ഈ J-35 ഫൈറ്റർ ജെറ്റ് അത് ഒന്നും രണ്ടുമല്ല 40 ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാനുള്ള തീരുമാനത്തിലായിരുന്നു പാകിസ്ഥാൻ. ചൈന ഈ 40 J-35 ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാന് നൽകുന്നു എന്നും പാകിസ്ഥാൻ ഇത് വാങ്ങിക്കാൻ പോകുന്നു എന്നുമുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലെല്ലാം വളരെയധികം പ്രചരിച്ച വാർത്തകളാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെയൊക്കെ ആശങ്ക ഉളവാക്കുന്ന വാർത്തയായിരുന്നു. കാരണം ഇന്ത്യക്ക് ഇതുവരെയും 5th ജനറേഷൻ വിമാനം സ്വന്തമായിട്ടില്ല. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ 5ാം തലമുറ യുദ്ധ വിമാന പദ്ധതി ഇതുവരെയും പൂർത്തിയായിട്ടുമില്ല. എന്നാൽ ഇന്ത്യയെക്കാട്ടിലും വളരെ വളരെ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന പാകിസ്ഥാൻ 40 ഫൈറ്റർ ജെറ്റ് 5ാം തലമുറ 40 ഫൈറ്റർ ജെറ്റുകളാണ് സ്വന്തമാക്കാൻ പോകുന്നത്. എന്നാൽ ഇവിടെ അമേരിക്ക നമുക്ക് F-35ന്റെ ഓഫർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യ Su-57ന്റെ ഓഫറും തന്നിട്ടുണ്ട്. Su-57ന്റെ വെറും ഓഫർ മാത്രമല്ല, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഇതുകൂടാതെ Su-57 നമ്മുടെ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കാനുള്ള ഓഫറും കൂടിയാണ് റഷ്യ ഇന്ത്യക്ക് നൽകിയത്. എന്നാൽ ഈ അമേരിക്കയുടെ F-35നെ പറ്റി ഇപ്പോൾ മറ്റൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുടെ ഈ F-35 എന്ന 5ാം തലമുറ യുദ്ധ വിമാനത്തിൽ അമേരിക്ക അവരുടെ കിൽ സ്വിച്ച് സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊരു രാജ്യവും അമേരിക്കയുടെ ഈ F-35 സ്വന്തമാക്കിയാൽ പോലും അമേരിക്കയുടെ പെർമിഷൻ ഇല്ലാതെ കണ്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ചുരുക്കി പറഞ്ഞാൽ F-35 സ്വന്തമാക്കുന്ന രാജ്യം ഈ F-35 ഉപയോഗിക്കണോ വേണ്ടയോ, സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ എന്നത് അമേരിക്കയിലിരുന്ന് അമേരിക്ക തന്നെ തീരുമാനിക്കും. ഈ സാങ്കേതിക വിദ്യ അമേരിക്ക ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇല്ല, കുറച്ചു വിദഗ്ധർ പറയുന്നത് ഇത് വെറും ഊഹാപോഹമാണ് എന്നും പറയുന്നുണ്ട്. ഏത് രീതിയിൽ നോക്കിയാലും ഈ F-35 വാങ്ങിക്കുക എന്നത് ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതത്രയ്ക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഓർഡർ ആയിരിക്കും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ F-35ന്റെ ഓർഡർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക തീരുമാനം ഇതുവരെയും ഇന്ത്യ എടുത്തിട്ടില്ല. ഇപ്പോൾ ഈ വാർത്തകളെല്ലാം ഇവിടെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ചൈനയിൽ നിന്നും 40 5ാം തലമുറ J-35 വാങ്ങിക്കാൻ തീരുമാനിച്ചിരുന്ന പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പോരാടുന്നതിന് വേണ്ടി തങ്ങൾക്ക് 40 J-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് സ്വന്തമാക്കാൻ പോകുന്നു എന്ന് അഹങ്കരിച്ചിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ചൈനയുടെ രണ്ടാമത്തെ 5ാം തലമുറ യുദ്ധ വിമാനമായ J-35ന്റെ എല്ലാ സീക്രട്ട് ഇൻഫോർമേഷൻസും ഔട്ടായിരിക്കുകയാണ്. ഈ വിമാനത്തിന്റെ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻസ്, ഡേറ്റ, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. എല്ലാ സോഷ്യൽ മീഡിയകളിലും ഇതിനുപരി ചൈനയുടെ ശത്രു രാജ്യങ്ങളിലെ മാധ്യമങ്ങളിൽ പോലും ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നിർണായക നിമിഷമാണെന്ന് വേണം ഇത് പറയാൻ. ഏതൊരു രാജ്യത്തിന്റെയും അവരുടെ അതിനൂതന ഫൈറ്റർ ജെറ്റിന്റെ സാങ്കേതിക വിദ്യകളും ക്രിട്ടിക്കൽ ഇൻഫർമേഷൻസും ഡേറ്റാസും ഒക്കെ പുറത്തു പോയാലുള്ള ഒരു അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. ചൈനയുടെ ദേശീയ സുരക്ഷാ വൃത്തങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു കേസാണിത്. ചൈനയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ J-35നെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ചോർത്തി നൽകിയിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നോക്കിയാൽ, ചൈനയുടെ പ്രമുഖ പ്രതിരോധ ഗവേഷണ സ്ഥാപനത്തിലെ ഒരു മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ ചോർത്തി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സ്ഥാനക്കയറ്റം മാറ്റിവെച്ചു എന്നതിനെ തുടർന്നുണ്ടായ അസംതൃപ്തിയിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ സ്ഥാനക്കയറ്റം നൽകാത്തത് കൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനത്തിൽ രാജി സമർപ്പിക്കുകയും അതിനുശേഷം ഒരു നിക്ഷേപ സ്ഥാപനത്തിൽ കുറച്ചു കാലം ജോലി ചെയ്തു വരികയായിരുന്നു. എന്നാൽ പുതിയ ജോലിയിൽ അദ്ദേഹത്തിന് വളരെയധികം സാമ്പത്തിക നഷ്ടം അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ ഈ സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിനായി മറ്റു മാർഗങ്ങൾ അദ്ദേഹം തേടി. അങ്ങനെയാണ് അദ്ദേഹം രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ മറ്റു രാജ്യത്തിന് ചോർത്തി കൊടുക്കുന്നത്. 6 മാസത്തിനിടെ ഒന്നിലധികം രാജ്യങ്ങളിലേക്ക് ഈ ഉദ്യോഗസ്ഥൻ യാത്ര ചെയ്യുകയും ചൈനയുടെ സെൻസിറ്റീവായ പ്രതിരോധ രഹസ്യാന്വേഷണ വിവരങ്ങൾ വിദേശ പ്രവർത്തകർക്ക് ചോർത്തി നൽകിയതായും പറയുന്നു. അങ്ങനെ ഒടുവിൽ ഇപ്പോൾ ചൈനയുടെ തീവ്രമായ നിരീക്ഷണത്തിന് ശേഷം ഒരു രഹസ്യ കൗണ്ടർ ഇന്റലിജൻസ് ഓപ്പറേഷനിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഇപ്പോൾ ചൈന വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അടുത്ത തലമുറ വ്യോമയുദ്ധത്തിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനയുടെ അഭിലാഷത്തിലെ ഒരു നിർണായക ചുവടുവയ്പായിരുന്നു ചൈനയുടെ 5ാം തലമുറ J-35. 2024 ബെയ്ജിങ്ങിൽ നടന്ന എയർ ഷോ ചൈനയിൽ ചൈനയുടെ J-35ന്റെ ആദ്യ ഔദ്യോഗിക
ചിത്രങ്ങൾ അനാച്ഛാദനവും ചെയ്തിരുന്നു. ഉയർന്ന ക്ലാസിഫൈഡ് ഏവിയോണിക്സും റഡാർ ഒഴിവാക്കൽ സാങ്കേതിക വിദ്യയും കാരണം കയറ്റുമതി ചെയ്യാത്ത പ്ലാറ്റ്ഫോമായി തുടരുന്ന ഈ J-20 മൈറ്റി ഡ്രാഗണിന് പിന്നാലെയാണ് ചൈനയുടെ 5ാം തലമുറയിലെ രണ്ടാമത്തെ സ്റ്റെൽത്ത് ഫൈറ്ററായ J-35 എത്തുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളായിരുന്നു ഇതിന്റെ സ്റ്റെൽത്ത് ഒപ്റ്റിമൈസ്ഡ് ഡിസൈനും അടുത്ത തലമുറ ഏവിയോണിക്സും മെച്ചപ്പെടുത്തിയ വേഗതയും ഒക്കെ. മത്സരാധിഷ്ഠിത വ്യോമാതിർത്തിയിൽ അതിജീവനം വർദ്ധിപ്പിക്കുന്നതിന് കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ, ആന്തരിക ആയുധ ബേകൾ എന്നിവ ഇതിലുണ്ടായിരുന്നു. നൂതന സെൻസർ ഫ്യൂഷനും ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകളും കൊണ്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് സാഹചര്യ അവബോധവും ലക്ഷ്യമായ കൃത്യതയും ഇത് വാഗ്ദാനം ചെയ്യുന്നു. മികച്ച ത്രസ്റ്റും ചടുലതയും നൽകുന്ന ഇരട്ട എഞ്ചിനുകൾക്കൊപ്പം F-35ന്റെ മാക് 1.6നെ മറികടക്കുന്ന മാക് 2.0 വേഗത കൈവരിക്കാനും ഇതിന് കഴിയും. J-35Aയുടെ വികസനം ചൈനയുടെ വളരുന്ന സമുദ്ര വ്യോമശക്തിയെ അടിവരയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജെറ്റ് ചൈനയുടെ ഏറ്റവും പുതിയ ടൈപ്പ് 003 കാരിയറായ ഫുജിയാൻ എന്ന അത്യാധുനിക കപ്പലിൽ ഉൾപ്പെടുത്താനും പദ്ധതിയിട്ടിരുന്നു. ഇപ്പോൾ ചൈനയിൽ നടന്നിരിക്കുന്ന ഈ രഹസ്യ ചോർച്ചയെപ്പറ്റി ഏതൊരു രാജ്യവും ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മുടെ ഇന്ത്യക്കാണെങ്കിൽ പോലും 5ാം തലമുറ യുദ്ധ വിമാനത്തിന് വേണ്ടി അമേരിക്കയുടെ ഓഫറുമുണ്ട്, റഷ്യയുടെ ഓഫറുമുണ്ട്. അമേരിക്കയുടെ ഓഫർ എന്താണെങ്കിലും ഇന്ത്യ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത റഷ്യയുടെ ഓഫർ നോക്കുകയാണെങ്കിൽ റഷ്യ ഇന്ത്യയിലെത്തി ഇന്ത്യക്ക് വേണ്ടി Su-57 നിർമ്മിച്ച് നൽകാം എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ലോക ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് റഷ്യയുടെ മേൽ ഉപരോധം എത്തുകയാണെങ്കിൽ, റഷ്യയുമായി ഇത്ര വലിയ ഡീൽ ഉറപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് ഇന്ത്യയെയും ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ പ്രതിരോധ മേഖലയുടെ വ്യവസായം, കയറ്റുമതി, GDP എന്നിവയെല്ലാം ഇത് ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നിപ്പോൾ ട്രംപ് തന്നെ പറയുന്നത് റഷ്യയുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും തങ്ങൾ ശ്രമിക്കുന്നു, തങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെയാണ്. എന്നാൽ നാളെ അത് ഏത് രീതിയിലായിത്തീരും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിപരമായി നിരീക്ഷിച്ച് ചിന്തിക്കുന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഈ വിഷയം എത്തിയപ്പോൾ റഷ്യയിൽ നിന്നും സാങ്കേതിക വിദ്യ നമുക്കെത്തും, നമ്മുടെ എഞ്ചിനീയർമാർ തന്നെ അത് വികസിപ്പിച്ചെടുക്കും. എങ്കിലും നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്തിനാണ്? എല്ലാ മേഖലകളിലും കയ്യൊപ്പ് പതിപ്പിക്കുന്ന നമ്മുടെ ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളെ പോലും ഞെട്ടിച്ച് എല്ലാ മേഖലകളിലും വിജയം കൈവരിച്ചിട്ടുള്ള നമ്മുടെ DRDOയ്ക്ക്, നമ്മുടെ ഇന്ത്യയിലെ എഞ്ചിനീയർമാർക്ക് സ്വന്തമായി ഒരു എഞ്ചിൻ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുകയില്ലേ? എത്ര പണം മുടക്കാനും ഇന്ത്യ തയ്യാറാണ്. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധ വിമാന പദ്ധതിക്ക് ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള എഞ്ചിൻ മതി എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനം. 4.6 ബില്യൺ അമേരിക്കൻ ഡോളർ വരെ ഞാൻ ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മുടക്കാം. ഇനി ഞാൻ അതിന് തയ്യാറാണ്, ഇന്ത്യ അതിന് തയ്യാറാണ്. എന്നാൽ ഇന്ത്യക്ക് വേണ്ടത് ഇന്ത്യയുടെ സ്വന്തം എഞ്ചിനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഇതാ നമ്മുടെ 5ാം തലമുറ യുദ്ധ വിമാന പദ്ധതിക്ക് വേണ്ടി, പദ്ധതിയുടെ എഞ്ചിന് വേണ്ടി പുതിയൊരു കമ്മിറ്റി തന്നെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധ വിമാനത്തിന് എഞ്ചിന് വേണ്ടി ഈ കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്ന ചിലവാണ് 4.6 ബില്യൺ അമേരിക്കൻ ഡോളർ. എത്ര രൂപ ചെലവാക്കിയാലും ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്വന്തം എഞ്ചിൻ മതി. മറ്റ് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുക എന്നത് ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇതിനിപ്പോൾ ഉത്തമ ഉദാഹരണമാണ് പാകിസ്ഥാന് കിട്ടിയിരിക്കുന്ന അടിയും ചൈനയ്ക്ക് കിട്ടിയിരിക്കുന്ന അടിയും. ചൈനയിൽ നിന്നും 40 ഫൈറ്റർ ജെറ്റ് വാങ്ങിക്കാൻ തയ്യാറായിരിക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.